Hi everyone, I am Swathi, Calicut Medical College third year MBA student. I hope ഇതുവരെ ആർക്കും പെൻഡിങ് പോർഷൻസ് ഒക്കെ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഫ് ഇതുവരെ അങ്ങനെ കവർ ചെയ്ത് തീർക്കാൻ പറ്റാതെ സ്റ്റിൽ കുറച്ച് പെൻഡിങ് പോർഷൻസ്, അതിപ്പോൾ ക്ലാസ്സസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വായിക്കാനായിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു പെൻഡിങ് പോർഷൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് മോഡ്യൂൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ മോഡ്യൂൾ എക്സാംസ് പല റൗണ്ടിലായിട്ടാണ് നടക്കുക. യൂഷ്വലി എൻ്റെ ഫാക്കൽറ്റീസൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ ഈ ആദ്യത്തെ റൗണ്ടിൽ, അതായത് മൊഡ്യൂൾ എക്സാംസ് ഒരു 2 or 3 റൗണ്ടിൽ തന്നെ സെയിം ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലൊക്കെ നമുക്ക് തീരെ അറിയാത്ത ചാപ്റ്റർ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ചാപ്റ്റർ ഏതാണോ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. ബാക്കിയുള്ളത് തീരെ പഠിക്കരുതെന്നല്ല, എല്ലാം പഠിക്കണം, ബട്ട് വീക്കായ സാധനത്തിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. രണ്ടാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ എല്ലാം ഒരു ഈക്വൽ രീതിക്ക് നമുക്ക് അറിയായിരിക്കും, കാരണം ആദ്യത്തിൽ നമ്മൾ വീക്കായിട്ടുള്ളതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തേന് എല്ലാത്തിനും സെയിം ഇമ്പോർട്ടൻസ് എടുത്ത് കൊടുത്ത് പഠിക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെയായിരുന്നു ഫാക്കൽറ്റീസൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൊഡ്യൂൾ എക്സാംസൊക്കെ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ടാവും. ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് ഒക്കെ വരാൻ പോകുമായിരിക്കും. അപ്പോൾ സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്ററൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കാം, മീൻസ് പഠിക്കാനും, അല്ലെങ്കിൽ അത് സ്റ്റിൽ ആ ഒരു ചാപ്റ്ററിനെ പറ്റി വലിയൊരു അറിവില്ല, കുറച്ചുകൂടെ എഫേർട്സ് ആ ചാപ്റ്ററിന് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ 2 രീതിക്ക് നിങ്ങൾക്ക് സമയം കണ്ടെത്താം. ഒന്നുകിൽ നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്ത്, ഇനീഷ്യൽ സമയത്ത് ഒരു 1 or 2 ദിവസം ആ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് ആ ചാപ്റ്റർ ഫുള്ള് തറവാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ നോക്കുക. പക്ഷെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തഡ്, എനിക്കും കുറേ പെൻഡിങ് പോർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പെൻഡിങ് ഇൻ ദ സെൻസ് പഠിച്ചിട്ട് കറക്റ്റ് മനസ്സിലാവാത്ത, കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഇക്വിലിബ്രിയൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങിയ സമയത്തും എനിക്ക് കറക്റ്റ് അറിയാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡെയിലി ഒരു 1 hour ആ ചാപ്റ്ററിന് വേണ്ടിയിട്ട് കൊടുക്കും. ആ 1 hour ഡെയിലി ആ 1 hour ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും, അല്ലെങ്കിൽ അതിലെ ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇത് മാത്രമല്ല, ഒരു 1 hour മാത്രമാണ് ഒരു ഡേയിൽ അതിന് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഞാൻ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഇത്ര നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, ഇത്ര നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് പഠിക്കണം, ഇന്ന ചാപ്റ്റേഴ്സൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 hour ഇങ്ങനെ എനിക്ക് പെൻഡിങ് വന്ന, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതുകൊണ്ട് ആക്ച്വലി ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ അലോട്ട്. കാരണം നമ്മൾ നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടില്ല, അപ്പോൾ ഞാനത് കംപ്ലീറ്റ് അങ്ങ് ഒഴിവാക്കി കളയാന്ന് പറഞ്ഞാൽ ചിലപ്പം നീറ്റിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും, നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഐ വുഡ് സേ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരു ഈക്വൽ രീതിക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചില ചാപ്റ്റർ നമ്മൾ ഭയങ്കര പുലിയായിരിക്കും, നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ചിലത് നമ്മൾ കുറച്ച് ഡൗൺ ആയിരിക്കും, അത് സ്വാഭാവികമാണ്. എന്ന് വെച്ചാൽ തീരെ ഒരു ചാപ്റ്ററിനെ ഒഴിവാക്കി കളയരുത്. ഇഫ് പെൻഡിങ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെയിലി ഒരു 1/2 മണിക്കൂറെങ്കിലും കൊടുത്തിട്ടെങ്കിലും അതൊന്ന് ഓക്കെ ആക്കി വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഓൾ ദ ബെസ്റ്റ്.